നമസ്കാരം. ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്ന കാറുകൾ ഉയർന്ന സുരക്ഷയും കൂടുതൽ കാര്യക്ഷമതയും സർവോപരി ഡ്രൈവ് ചെയ്യുന്നവർക്ക് കൂടുതൽ സൗകര്യവും ഒരുക്കുന്നതാണ്. കണക്റ്റഡ് കാർ പരിസ്ഥിതി ഒരുക്കിയാൽ അതുവഴി റോഡ് അപകടങ്ങളും വാഹന കുരുക്കുകളും കുറയ്ക്കാനായേക്കും. അങ്ങനെ റോഡ് ഗതാഗതം മൊത്തത്തിൽ സുഗമമാക്കാനും സാധിച്ചേക്കും. മൊബൈൽ ഉപകരണങ്ങൾ വഴി ഉപയോക്താക്കൾ വേഗമേറിയ സേവനങ്ങളിലൂടെയും സൗകര്യങ്ങളിലൂടെയും ആരാധകരായി മാറിക്കഴിഞ്ഞതാണ് കണക്റ്റഡ് കാറുകളും വരണമെന്ന ആവശ്യം സുശക്തമാക്കാനുള്ള മറ്റൊരു കാരണം. ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അസോസിയേഷൻസ് പ്രസിദ്ധീകരിച്ച ദി സ്റ്റേറ്റ് ഓഫ് മൊബൈൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി റിപ്പോർട്ട് 2024 പറയുന്നത്, ആഗോളതലത്തിൽ മൊബൈൽ കവറേജ് അന്തരം 2015 18% 2022 5% കുറയ്ക്കാനായി എന്നും ഇതേ കാലത്ത് കണക്റ്റഡ് വ്യക്തികളുടെ എണ്ണം 35% നിന്ന് 57% ഉയർന്നു എന്നുമാണ്. കൂടുതൽ ആളുകൾ ഇന്റർനെറ്റ് ഉപയോക്താക്കളാകുമ്പോൾ അവരെല്ലാം കണക്റ്റഡ് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വേണമെന്ന് ആവശ്യപ്പെടുന്നവരും ആവുകയാണ്. ഇത് വാഹന വ്യവസായത്തെ സംബന്ധിച്ച് ഒരു നല്ല കാര്യമാണ്. കണക്റ്റഡ് വാഹനങ്ങളുടെ വളർച്ച വർദ്ധിച്ചു വരികയുമാണ്. ലളിതമായി പറഞ്ഞാൽ കണക്റ്റഡ് വാഹനങ്ങൾ എന്ന നിർവചനത്തിൽ പെടുന്നത് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുള്ള വണ്ടികളെയാണ്. ഇവയ്ക്ക് ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കപ്പെട്ട മറ്റു ഉപകരണങ്ങളുമായോ ഇന്റർനെറ്റ് ഓഫ് തിങ്സുമായോ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത്തരം വാഹനങ്ങളിൽ റിമോട്ടായി പല കാര്യങ്ങളും ചെയ്യാനാകും. സുരക്ഷാപരമായും അത് ഗുണകരമാണ്. വിപണിയിലെ കണക്റ്റഡ് വാഹനങ്ങളുടെ എണ്ണത്തിലുള്ള വളർച്ച 3G 4G 5G തുടങ്ങിയ മൊബൈൽ ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇവയിൽ പഴയ ടെക്നോളജികളെ പിന്തള്ളി 5G കളം പിടിക്കുമ്പോൾ ആഗോള കണക്റ്റഡ് വാഹന വിപണി എന്ന സങ്കല്പം യഥാർത്ഥമായേക്കാം. ഇതിന് 2022 2032 ഇടയിൽ കോമ്പൗണ്ട് വാർഷിക വളർച്ചാ നിരക്ക് 18.6% തീരുമെന്നും വിപണിയുടെ മൂല്യം 2032 $331.9 ബില്യൺ ആയേക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ കസ്റ്റമർമാരിൽ 2% കണക്ടിവിറ്റി ഫീച്ചറുകൾക്ക് അധിക പണം മുടക്കാൻ മടിയില്ലാത്തവരാണ് എന്നാണ്. മറ്റ് പ്രധാന മാർക്കറ്റുകളേക്കാൾ മികച്ച ശരാശരിയാണിത്. ഇക്കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പങ്കും പ്രധാനപ്പെട്ടതാണ്. പാൻ ഇന്ത്യ ഡിജിറ്റൽ കറൻസി നടപ്പിലാക്കിയും നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യമൊരുക്കിയും ഗ്രാമീണ മേഖലയിലെ ബ്രോഡ്ബാൻഡ് എത്തിക്കാനുള്ള ശ്രമവും ഇന്ത്യയിലെങ്ങും വേഗതയാർന്ന മൊബൈൽ കണക്ടിവിറ്റി എത്തിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ കണക്റ്റഡ് വാഹന മാർക്കറ്റിന് ഗുണകരമാണ്. രാജ്യത്ത് കണക്റ്റഡ് വാഹനങ്ങൾക്കുള്ള സാധ്യത അപാരമാണ്. എന്നാൽ ഈ സാധ്യത വാഹന വിപണന വ്യവസായത്തിന് കൂടുതൽ ഗുണകരമാകുമെന്നതിൽ ഉചിതമായ പല തന്ത്രങ്ങളും നടപ്പാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ സാധ്യത വാഹന വിപണന വ്യവസായത്തിന് കൂടുതൽ ഗുണകരമാകണമെങ്കിൽ ഉചിതമായ പല തന്ത്രങ്ങളും നടപ്പാക്കേണ്ടിയിരിക്കുന്നു. നിലവിലെ ഗതി തിരിച്ചുവിടുന്ന തരത്തിലുള്ള തന്ത്രങ്ങൾ പോലും. തങ്ങൾ വിൽക്കുന്ന വാഹനങ്ങളുടെ പ്രധാന ഘടകങ്ങൾ, സർവീസ് ഓഫറിംഗ്സ് തുടങ്ങിയവ നിർവചിക്കുക എന്നത് നിർമ്മാതാവിന്റെ കടമയായിരിക്കണം. ഉദാഹരണത്തിന് 3 ഘടകങ്ങളാണ് തങ്ങളുടെ വാഹനങ്ങളുടെ സവിശേഷത എന്ന് ടാറ്റ മോട്ടോഴ്സ് പറയുന്നുണ്ട്. തങ്ങളുടെ ഉപയോക്താക്കളുടെ സുരക്ഷ, യൂസർ എക്സ്പീരിയൻസ്, ആരോഗ്യ പരിപാലന വിഭാഗം ഉൾക്കൊള്ളിക്കൽ. വേറബിൾ ഉപകരണങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതി തന്നെ ഉപയോക്താക്കൾ തങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ എത്രയധികം ശ്രദ്ധിക്കുന്നു എന്നതിന് തെളിവാണ്. അതുപോലെ പേഴ്സണലൈസ്ഡ് ഫീച്ചറുകൾക്കും കണക്റ്റഡ് വാഹനങ്ങൾ നൽകുന്ന സുഖ സൗകര്യങ്ങൾക്കും അധിക പണം മുടക്കാൻ ഇന്ത്യൻ ഉപയോക്താവ് മടി കാണിക്കുന്നില്ലെന്നും കാണാൻ പറ്റും. കസ്റ്റമൈസ്ഡ് ചെയ്യാവുന്ന ഡ്രൈവർ പ്രൊഫൈല്, ഫീച്ചേഴ്സ് ഓഫ് ഓൺ ഡിമാൻഡ്, വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ നടത്താനാവുന്ന പണമടയ്ക്കൽ, വാഹനത്തിന് എന്ത് അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാമെന്നും അറിയിക്കാൻ സാധിക്കുക തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം. തങ്ങൾ നൽകുന്ന വിവിധ ഫീച്ചറുകളും സാങ്കേതിക വിദ്യകളും സുഗമമായി ഇണക്കത്തോടെ പ്രവർത്തിക്കുന്നു എന്നുറപ്പാക്കേണ്ടത് വാഹന നിർമ്മാതാക്കളാണ്. അതുവഴി ഉപയോക്താവിന് ഇതെല്ലാം ഒരുമയോടെ പ്രവർത്തിക്കുന്നു എന്ന് തോന്നാൻ ഇടവരുത്തും. തങ്ങൾ നൽകുന്ന കണക്ടിവിറ്റിക്ക് ഗുണമേന്മയുണ്ട് എന്നുറപ്പാക്കാൻ വാഹന നിർമ്മാതാക്കൾക്ക് സാധിക്കണം. നൂതനവും ഗുണകരവും ഫലപ്രദവുമായ തന്ത്രങ്ങൾ വാഹന നിർമ്മാണ മേഖലയിൽ കൊണ്ടുവരാം.